ഗൈസ്, നമ്മുടെ ഫ്രണ്ട് വിളിച്ചായിരുന്നു. നമ്മളിപ്പം അവൻ്റെ അടുത്തോട്ട് പോവാണ്. അവൻ വിളിച്ച് അത്യാവശ്യമായിട്ട് അവൻ്റെ വീട്ടിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം അവൻ്റെ അടുത്തോട്ടാ പോവാം. നമുക്ക് നമ്മുടെ കാറിൽ കയറാം. കാറിൽ കയറി കാർ എടുത്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം. നമ്മുടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു. പെയിൻ്റ് ഒന്നും പാകാതിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ പുതിയ വണ്ടിയാണ്. നമ്മൾ ഇന്നലെ കാര്യങ്ങളാണ് മേടിച്ചത്, നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത് 100-110 നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ഇവിടെ ചെന്നിട്ട് തിരിയാം. സോ നമുക്ക് ഇങ്ങോട്ട് തിരിയാം. ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്തെങ്കിലും പണി നടക്കുന്നുണ്ടാവും, അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് എന്നാൽ ഈ വരി നേരെ കറങ്ങി പോകണം. അപ്പം നമുക്ക് ഇതിലെ അങ്ങ് പോവാം. നമുക്കിതിൽ പോയിട്ട് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവാം. സത്യം പറഞ്ഞാൽ ആ വരിയായിരുന്നു എളുപ്പം, അതുകൊണ്ടായിരുന്നു നമ്മൾ ആ വരി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ഇപ്പം ഈ വരി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെന്തായാലും പോലീസുകാർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെന്താ സംഭവം ഗൈസ്? ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു GTA കാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് റിച്ച് മാൻ്റെ വീടും കാര്യങ്ങളൊക്കെ എന്ന് തോന്നുന്നു. ഇവിടെ GTA കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇപ്പം എന്തായാലും അവിടെ ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പോയേക്കാം. എന്തായാലും ഗോൾഡൻ GTA കാറും കാര്യങ്ങളൊക്കെയാണ്. നമുക്കത് നമ്മുടേതാക്കിയാലോ ഗൈസ്? നമുക്ക് ഈ ഒരു ഊള വണ്ടിയേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ GTR അങ്ങ് എടുക്കാം. നമ്മുടെ കൂട്ടുകാരനോട് GTRൻ്റെ കാര്യമൊക്കെ ചോദിച്ചറിയാം. അവനിവിടെ തൊട്ടടുത്താണല്ലോ, അപ്പോൾ അവനോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമുക്ക് അവൻ്റെ വീട്ടിലേക്കാണ് പോവാം. നമ്മളങ്ങനെ പറപ്പിച്ച് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കാം. എന്നിട്ട് നേരെ ഇറങ്ങി നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടാണ് പോവാം. നമുക്കിപ്പോൾ ഇനി നമ്മുടെ കൂട്ടുകാരനെ ഒക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ നമ്മുടെ കൂട്ടുകാരനായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ കൂട്ടുകാരൻ പറയണത് അതിവിടുത്തെ ഒരു ബിസിനസ്മാൻ്റെ വീടും വണ്ടിയാണെന്നാണ്. അപ്പം ആളിവിടെ പകുതി നേരം കാണൂല, പുറം രാജ്യത്താണ്. അപ്പം ആൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാനും പറ്റില്ല. പിന്നെ എന്നതിനാണ് ആൾക്ക് ഇത്രയും നല്ലൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ? നമുക്ക് ആ വണ്ടി എടുത്തൂടെ? നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷേ ആ ബിസിനസ്മാൻ ഒരു പൊട്ടനാണെന്നാണ് നമ്മുടെ കൂട്ടുകാരന് പറയണത്. കാരണം ഇത്രയും വിലപിടിപ്പുള്ള GTR കാറ് അയാൾ രാത്രിയാകുമ്പം അയാളുടെ കാർ പോർച്ചിൻ്റെ അങ്ങോട്ട് മാറ്റുമെന്ന്. അതായത് ഫ്രണ്ടിലത്തെ കാർ പോർച്ചല്ല, ബാക്കിലത്തെ കാർ പോർച്ച്. അപ്പം നമുക്ക് ഇതിലേ പോകുമ്പം ആ കാർ പോർച്ചും കാര്യങ്ങളൊക്കെ കാണാമെന്നാണ് കൂട്ടുകാരൻ പറയണത്. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ പ്ലാനൊക്കെ ചെയ്തേ അതങ്ങ് പൊക്കിക്കൊള്ളാൻ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു. എന്തായാലും അത് വിൽക്കുമ്പം പകുതി ഷെയർ അവന് കൊടുക്കണം. ഇതെന്തുട്ടാണാവോ എൻ്റെ വണ്ടിയിൽ നിന്ന് പറഞ്ഞു പോയത്? വണ്ടിയുടെ ബോണറ്റ് പോയാ? അയ്യോ, പെട്രോൾ അടിക്കാൻ കയറി ഇപ്പം വണ്ടിയുടെ ബോണറ്റാ പറഞ്ഞു പോയി. എന്തായാലും നമുക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പോവാം. ബായ്, പെട്രോൾ ഡാലോ, പെട്രോൾ. ഓക്കെ, പെട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിസിനസ്മാൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കാം. നമ്മുടെ വണ്ടി എന്തായാലും പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇനിയിപ്പം പുതിയ വണ്ടി വേണം. സോ GTR കാറും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് എടുക്കാനാ തീരുമാനിച്ചു. ഇതാണ് കാർ പോർച്ച് എന്ന് പറഞ്ഞത് അവൻ. ഹായ്, ഇത് എളുപ്പമായല്ലോ. നമുക്ക് വണ്ടി പൊക്കെ തൂക്കാൻ എളുപ്പമായിട്ടോ. ഇനി നമുക്ക് വീട്ടിൽ പോയി പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, അതുകൊണ്ട് പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാം. ഈ റോഡിൽ കൂടെ പോയാൽ ഈ റോഡ് ബ്ലോക്കാണോ? നമുക്കത് പോയാൽ നോക്കാം. റോഡ് ബ്ലോക്കാണെങ്കിൽ നമ്മൾ മൂഞ്ചി. റോഡ് ബ്ലോക്കാണ് മൂഞ്ചി. ഇവിടെ മാത്രമേ ബ്ലോക്കുള്ളോ? ഇതെന്തുട്ടാണ്? ഈ സൈഡിൽ കൂടെ പോവാലോ. ഓക്കെ, നമുക്ക് വീട്ടിൽ പോയി പ്ലാന് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളങ്ങനെ പറപ്പിച്ച് നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്.
ഇപ്പം നമുക്ക് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഈ സൈഡിലോട്ടാ ഒതുക്കിയിടാം. ഇത് പിന്നെ ഉറഞ്ഞ് വണ്ടിയുടെ ബോണറ്റ് പോയി. പിന്നെ എന്തുട്ടിനാണ് ഉറഞ്ഞാൽ സീനിരിക്കണ വണ്ടിയുടെ ചില്ലും പോയെന്നാ തോന്നുന്നത്. സൈഡിലെ ചില്ലും പൊട്ടി. നമുക്ക് എന്തായാലും ഒരു വണ്ടി മാറണം. അതുകൊണ്ട് നമുക്ക് ആ GTR കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ എന്തായാലും എപ്പോഴും നാട്ടിൽ കാണൂല. അതുകൊണ്ട് നമുക്കങ്ങ് ഉപയോഗിക്കാം. പെയിൻറ്റ് മാറ്റി നെയിമും എല്ലാം മാറ്റിയാൽ മതിയല്ലോ. എന്തായാലും നമുക്ക് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ കാണാം. അങ്ങനെ നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്മാൻ്റെ വണ്ടി മോഷ്ടിക്കാൻ പോവാണ്. നമ്മളെ വണ്ടി മോഷ്ടിക്കാൻ പോണത് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ്. അവൻ പറഞ്ഞു അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളാൻ. എന്തായാലും ആ വണ്ടി വിറ്റ് കിട്ടുന്ന പകുതി ഷെയർ അവനുള്ളതാണ്. അപ്പം നമ്മൾ പറപ്പിച്ച് പോവാണ്. ഈ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരൻ അവിടുന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. നമ്മൾ പോയി GTR മോഷ്ടിച്ച് GTR എടുത്തുകൊണ്ട് വരേണ്ട കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ബ്ലോക്ക് ചെയ്തേക്കുന്ന റോഡ് വഴി പോകണ്ട. അതിൽ പോയാൽ പോലീസുകാർക്ക് ഡൗട്ട് അടിക്കും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് റോഡ് വഴി പോവാം. പോയിട്ട് നമുക്ക് അവിടെ മുഴുവനൊന്ന് സെർച്ചൊക്കെ ചെയ്ത് നോക്കാം. അവിടെ ആൾക്കാരൊക്കെ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്കെന്തായാലും നമ്മൾ ആ വീടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള എല്ലാ ബിൽഡിങ്ങുകളിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബിസിനസ്മാൻ്റെ വീട്ടിൽ ലൈറ്റും ഒന്നുമില്ല. ഇയാൾക്ക് കറണ്ട് ബില്ലിന് പൈസ അടയ്ക്കാൻ പോലും ഇല്ലേ. എന്നിട്ടും ബിസിനസ്മാനാന്ന് പറഞ്ഞിരിക്കുക. അയ്യോ ലൈറ്റ് ഓഫ് ഇട്ടേ ഇല്ല, പണിയൊക്കെ കിട്ടും. ഫ്രണ്ടിലും കാര്യങ്ങളൊന്നും ആരുമില്ല. ഫ്രണ്ടിലൊന്നും ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ചുറ്റിക്കറങ്ങിയാൽ പോവാം. ചുറ്റിക്കറങ്ങി നേരെ ബാക്കിലേക്ക് പോവാം. ബാക്കിൽ നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചാൽ പറയാം വന്ന് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളാൻ. നമുക്ക് നേരെ വിളിച്ച് പറയാം, ഹലോ മച്ചാനെ, നീ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോടാ. അവൻ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളും. നമുക്ക് GTR കാര്യങ്ങളൊക്കെ നൈസായിട്ടാ തൂക്കാം. നമ്മൾ നേരെ ഇവിടെ കയറി നമ്മുടെ GTRൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. GTRൻ്റെ അകത്ത് കയറിയിട്ട് നേരെ നമ്മൾ ഇറങ്ങാണ്. GTR ആയിട്ടൊക്കെ ആയിട്ട് നമ്മൾ നേരെ ഇറങ്ങി GTR ആയിട്ട് പറപ്പിക്കട്ടാ. GTR മോഷ്ടിക്ക് ഇത്ര സിമ്പിളാകുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഇതിൻ്റെ ഓണർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അറിയുമ്പോൾ ആൾ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പം വല്ല CCTV ഉണ്ടെങ്കിൽ നമ്മൾ പെടും കേട്ടോ. പോലീസുകാർ ആളെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ പെടും. എന്തായാലും നമുക്ക് GTRും കാര്യങ്ങളൊക്കെ സേഫായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗോഡൗണിലേക്ക് കൊണ്ടുപോവാം. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കാം. പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഇറക്കാം. ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. നമ്മുടെ വീടും തൊട്ടടുത്തായിട്ടാണ് ഇരിക്കണേ. അതുകൊണ്ട് നമുക്ക് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ GTRൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റണം. നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗോഡൗണിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാം. റിഫ്റ്റൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങി ഗോഡൗണിലുള്ള പണിക്കാരോട് പറയാം അവിടെ ഈ സംഭവം കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ച് മാറ്റി സെറ്റാക്കി തരാൻ. നമുക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റായിട്ട് കാണാം. നമ്മൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മുടെ കാറിപ്പം ബ്ലൂ GTR കാറാണ്. അതുകൊണ്ട് ഇനി പോലീസ് അത്ര പെടുന്നൊന്നും നമ്മളെ പിടിക്കില്ല. നമുക്ക് നേരെ നമ്മുടെ വണ്ടി കൊണ്ട് പോവാം. എന്തായാലും നമുക്ക് പറപ്പിക്കാം. നമ്മുടെ ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളത്. അവർക്കും അറിയാം ഈ സംഭവം. അതുകൊണ്ട് സീനൊന്നുമില്ല. ഇവരാണ് ഈ വണ്ടി വിൽക്കാനും കാര്യങ്ങളൊക്കെ എന്നെ സഹായിക്കണത്. അതുകൊണ്ട് നമുക്ക് സീനും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നമ്മുടെ GTR കാറും കാര്യങ്ങളൊക്കെ നമുക്ക് സേഫായിട്ടാ നമ്മുടെ മുറ്റത്ത് കൊണ്ട് പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ നിന്ന് ആരും അടിച്ചുകൊണ്ട് കാര്യങ്ങളൊന്നും പോകത്തില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സേഫാണ്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ സേഫായിട്ട് ഇവിടെ പാർക്കും കാര്യങ്ങളും ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയി കിടന്നുറങ്ങാം. നാളെ രാവിലെ ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കണം. ന്യൂസിലും കാര്യങ്ങളിലൊക്കെ വല്ലതും വന്നിട്ടുണ്ടോയെന്ന് നമുക്ക് നാളെ രാവിലെയും കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ രാവിലെയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മോർണിംഗ് ആയിട്ടും സീനൊന്നുമില്ല. പുറത്ത് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമുക്കിനിയിപ്പം നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെ
വെച്ച് നോക്കാം ന്യൂസിൽ എന്താ സംഭവം. നമ്മുടെ ഈ കാര്യം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ന്യൂസ് വെക്കാം. ടി വി ഓണാക്. ടി വിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഓണാക് ടി വി. ന്യൂസ് വെക്കാം. ഓക്കെ. പ്രധാന വാർത്തകൾ. സിറ്റിയിൽ GTR കാർ മോഷണം പോയി. മോഷ്ടാവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല എന്ന് പോലീസ്. സിറ്റിയിൽ ഇതിനോടകം 5 കാറുകൾ മോഷണം പോയി. പോലീസുകാർക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. സീനും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പോലീസുകാരെ കൊണ്ട് പറ്റിയിട്ടില്ല. ക്യാമറ ഉള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല. എന്നാലും മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടു. എന്തായാലും നമുക്ക് സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിൽക്കുകയൊക്കെ ചെയ്യണം. അതിന് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇന്നത്തെ നമ്മുടെ GTRൻ്റെ മോഷ്ടിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ. സൈനിങ് ഔട്ട്. DJ 2.0.